ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ അസ്തിത്വം, യേശു ആരാണ് എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഒരു വീഡിയോ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ ജീവചരിത്രം ബൈബിളിൽ നിന്ന് പഠിക്കുമ്പോൾ, ബൈബിളിൽ യേശു ക്രിസ്തു ഒരിക്കൽ പത്രോസിനോട് ഇപ്രകാരം ചോദിക്കുവാനിടയായി തീർന്നു: നീ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു? ഞാൻ ആരാണ്? അപ്പോൾ പത്രോസിൻ്റെ മറുപടി: നീ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് പത്രോസ് യേശുവിനോട് പറയുന്നുണ്ട്. അപ്പോൾ യേശു പറയുന്നുണ്ട്: നിന്നിൽ ഇത് വെളിപ്പെടുത്തിയത് ദൈവത്തിൻ്റെ ആത്മാവാണ്, നീ ശരിയായ ഉത്തരമാണ് പറഞ്ഞതെന്ന് പത്രോസിനോട് പറയുന്നുണ്ട്. എന്നാൽ അന്നത്തെ കാലഘട്ടത്തിൽ പലരും യേശു ക്രിസ്തുവിനെ പ്രവാചകനായിട്ട്, ഒരു നല്ല ഗുരുവായിട്ടൊക്കെയും യേശുവിനെ കണ്ട, അല്ലെങ്കിൽ ചിലരൊക്കെ യേശു ക്രിസ്തു ലിറ്ററലായിട്ട്, അക്ഷരികമായിട്ട് ഇസ്രായേലിൻ്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടി കടന്നു വന്ന ഒരു റെവല്യൂഷണറി വിപ്ലവ ലീഡറായിട്ട് യേശുവിനെ അംഗീകരിച്ചവരുണ്ട്. എന്നാൽ ഇതിനേക്കാൾ വിപരീതമായിട്ട് പത്രോസിൻ്റെ ആൻസർ യേശു അംഗീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ യേശു ആരാണ്? ബൈബിളിൽ പറയുന്നു യേശു ദൈവമാണ്. ഞാൻ വീണ്ടും ആ പദം എടുത്തു പറയുന്നു: യേശു ദൈവമാണ്. യേശു ഭൂമിയിൽ മനുഷ്യപുത്രനായി അവതരിച്ചു. യേശു ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ അസ്തിത്വം ഈ ഭൂമിയിൽ എന്തായിരുന്നു? നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ യേശുവിൻ്റെ അസ്തിത്വം ഈ ഭൂമിയിൽ പൂർണ്ണ മനുഷ്യനായിട്ടും പൂർണ്ണ ദൈവമായിട്ടാണ് യേശു ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ഈ അസ്തിത്വം, പൂർണ്ണ മനുഷ്യത്വം, പൂർണ്ണ ദൈവികത്വം, ഇത് നമുക്ക് രണ്ടായിട്ട് വിഭാഗിക്കുവാൻ സാധിക്കത്തില്ല. ഈ രണ്ട് ഘടകങ്ങളും ഒരുമിച്ച് യേശുവിൽ സംയോജിക്കപ്പെട്ടതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യേശുവിനെ നമ്മൾ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ യേശു ഒരു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ അതായത് യേശു ദൈവം ഈ ഭൂമിയിൽ അവതരിച്ച ചിത്രമാണ് നമുക്ക് സുവിശേഷങ്ങളിലും മറ്റ് വേദഭാഗങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ നമ്മൾ ഈ ഇൻകാർണേഷൻ എന്ന പദം, അതിൽ തന്നെ തെറ്റല്ല. ജഡാവതാരം, വേദപുസ്തകത്തിൽ പല ഭാഗങ്ങളിലും വാക്യങ്ങളിൽ അപ്പോസ്തലന്മാർ ഈ ഒരു പദം ഉപയോഗിക്കുന്നുണ്ട്. വചനം ജഡത്തിൽ, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ജഡാവതാരം എന്ന് പറയുന്നത് ദൈവം ഭൂമിയിൽ അവതരിച്ചു എന്നതിനെയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. സത്യദൈവം ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിച്ചു എന്നത് യേശു ക്രിസ്തുവിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശു ക്രിസ്തുവിനെ വചനമായിട്ട് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നു. യോഹന്നാൻ പറയുന്നു, വചനം ദൈവമാണ്. ആ വചനമായി തീർന്ന ദൈവം ഭൂമിയിൽ കടന്നു വന്നു. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർന്നു. അങ്ങനെയെങ്കിൽ ചിലരൊക്കെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചില ചോദ്യങ്ങൾ പലരും ചോദിക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിന് എന്തുകൊണ്ട് ഈ ഭൂമിയിൽ യേശു വളർന്നു? കൃപയും സത്യവും ജ്ഞാനത്തിൽ യേശു എന്തിനു വളർന്നു? ദൈവത്തിന് എന്തിനാണ് ജ്ഞാനം? ആ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, യേശു ക്രിസ്തു ഒരു മനുഷ്യനായി അവതരിച്ചപ്പോൾ മനുഷ്യൻ്റെ എല്ലാ ലിമിറ്റേഷൻസും യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്നു. യേശു ആ ലിമിറ്റേഷൻസിനുള്ളിലാണ് യേശു വളർന്നു വരുന്നത്. അല്ലാതെ ദൈവത്തിന് ഈ ലിമിറ്റേഷൻസ് ഉണ്ട് എന്നുള്ള അർത്ഥമല്ല അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി യേശു ഭൂമിയിൽ അവതരിച്ചപ്പോൾ ആ മാനവരാശിയുടെ ഒരു മനുഷ്യൻ്റെ എല്ലാ ലിമിറ്റേഷനിലും, അതായത് എല്ലാ പരിമിതിക്കുള്ളിലും യേശു ഒതുങ്ങിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ യേശുവിന് നമ്മളെപ്പോലെ തന്നെ വികാരങ്ങൾ, യേശു ക്രിസ്തു ഭക്ഷണത്തിന് സമയത്ത് യേശു ഭക്ഷിച്ചു, ദാഹിച്ച സമയത്ത് യേശു വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മനുഷ്യ ജീവിതത്തിൽ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും യേശുവിനും ആവശ്യമായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ നമ്മളും അല്ലെങ്കിൽ മറ്റു മനുഷ്യരും യേശു തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്, എല്ലാ മനുഷ്യരും പാപത്തിന് അധീനരായിരുന്നു. എന്നാൽ വേദപുസ്തകത്തിൽ പഠിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ജനനം, യേശു ക്രിസ്തു കന്യക മറിയമിൽ ഈ ഭൂമിയിൽ പൂജാതനായപ്പോൾ ജന്മപാപം യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. ജന്മപാപം യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാത്തതിൻ്റെ കാരണത്താൽ
ആദാമ്യ പാപം യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ അതോടൊപ്പം തന്നെ കർമ്മപാപം, യേശുക്രിസ്തു ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ പാപം ചെയ്തില്ല. അത് നമ്മൾ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ജന്മപാപവും കർമ്മപാപവും ഇല്ലാതെ ഈ ഭൂമിയിൽ നമുക്ക് തുല്യമായി ജീവിച്ച ഒരു വ്യക്തിയാണ് യേശുക്രിസ്തു. പിശാചിനാൽ യേശു പരീക്ഷിക്കപ്പെട്ടു. അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ പ്രാർത്ഥിച്ചു. ചില യേശുക്രിസ്തുവിനെതിരായിട്ട് പറയുന്നവർ പറയാറുണ്ട്, ദൈവമായിരുന്നെങ്കിൽ എന്തിനാണ് ദൈവം വേറൊരു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്? അതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. ഒരു മനുഷ്യൻ്റെ എല്ലാ ലിമിറ്റേഷൻസിനുള്ളിലും, എല്ലാ പരിമിതിക്കുള്ളിലും യേശു ഒതുങ്ങിയപ്പോൾ യേശുവിന് പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു മനുഷ്യന് ദൈവത്തിൻ്റെ സംസർഗമില്ലാതെ ഈ ഭൂമിയിൽ കഴിയുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് യേശുവിന് പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഈ വസ്തുതകൾ എന്ന് പറയുമ്പോൾ. അതോടൊപ്പം തന്നെ യേശു എന്തിനാണ് ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിച്ചത്? അത് ദൈവിക നീതിയുടെ പ്ലാനായിട്ടാണ്. ആദാമ്യ സന്തതികളെ പാപത്തിൽ നിന്ന് വിമോചിക്കുവാൻ വേണ്ടി അവിടെ ദൈവത്തിന് ഒരു യാഗം ആവശ്യമായിരുന്നു. ആദാം ചെയ്ത പാപത്തിന് തുല്യമായിട്ട് ഒരു മനുഷ്യൻ അവിടെ മരിക്കേണ്ടത് ആവശ്യമാണ്. ആ ഒരു യാഗ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് യേശു ഭൂമിയിൽ കടന്നു വരികയും മാനവരാശിയുടെ പാപത്തിന് വേണ്ടി യേശു കാൽവറിയിൽ മരിക്കുവാൻ ഇടയായി തീർന്നു. പ്രത്യേകിച്ച് നിങ്ങൾ എബ്രായർക്ക് എഴുതിയ ലേഖനം അത് പൂർണ്ണമായിട്ട് പഠിക്കുക. മറ്റ് ലേഖനങ്ങളൊക്കെയും ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വേദപുസ്തകത്തിലുടനീളം പറയുന്നുണ്ട് യേശു ക്രിസ്തു എന്തിനു വേണ്ടി മരിച്ചു എന്നുള്ളതായ പ്രധാനപ്പെട്ട വസ്തുത അവിടെയെല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തു ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഒരു മനുഷ്യന്റെ പരിമിതിക്കുള്ളിൽ യേശു ക്രിസ്തു ഒതുങ്ങിയത്, അതിൻ്റെ പ്രധാന കാരണം മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയുള്ള യാഗത്തിൻ്റെ ആ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് വേദപുസ്തകം പഠിക്കുമ്പോൾ, നമ്മൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ നമുക്ക് പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം എന്ന 3 കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഗ്രേറ്റ് കമ്മീഷനിൽ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 20 വരെയുള്ള വാക്യത്തിൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. അത് ആ 3 ദൈവത്തിൻ്റെ ആളത്തെ അവിടെ സൂചിപ്പിക്കുമ്പോൾ ഇത് 3 ദൈവമാണ് എന്നുള്ളതായ ഒരു റോങ് ഇൻ്റർപ്രിട്ടേഷൻ പലരും പറയാറുണ്ട്. ക്രിസ്ത്യാനികൾക്ക് 3 ദൈവമുണ്ട്, ക്രിസ്ത്യാനികൾക്ക് 3 ദൈവമില്ല, ക്രിസ്ത്യാനികൾക്ക് ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ദൈവം, ആ ദൈവം തന്നെയാണ് യേശു ക്രിസ്തു. ആ ദൈവമാണ് പരിശുദ്ധാത്മാവ്. പിതാവാം ദൈവം, പുത്രനാം ക്രിസ്തു, പരിശുദ്ധാത്മാം ദൈവം. ഇത് 3 ദൈവത്തെയാണ് അവിടെ നമുക്ക് സൂചിപ്പിക്കുന്നത്. ചിലർ പറയാറുണ്ട് ട്രിനിറ്റി എന്ന് പറയുന്നതായ പദം വേദപുസ്തകത്തിൽ ഇല്ല എന്നുള്ളത്. ഓക്കെ, അത് ശരിയാണ്. ട്രിനിറ്റി എന്നുള്ള പദം വേദപുസ്തകത്തിൽ ഇല്ല എങ്കിലും ആ ട്രിനിറ്റി എന്ന പദത്തിൽ കൂടെ അർത്ഥമാക്കുന്നത് ഈ പിതാവാം ദൈവം, പുത്രനാം ക്രിസ്തു, പരിശുദ്ധാത്മാവാം ദൈവം, ഇത് 3 ദൈവമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ട. ട്രിനിറ്റി എന്ന പദം കൊണ്ട് മനസ്സിലാക്കേണ്ട. അല്ലാതെ ആ ട്രിനിറ്റി എന്ന പദം യൂസ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു തെറ്റും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. യേശു ക്രിസ്തുവിൻ്റെ സ്നാനത്തിൻ്റെ സമയത്ത് നമ്മൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. പിതാവാൻ ദൈവം പറയുന്നത്, ഇവൻ എൻ്റെ പുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. അപ്പോൾ അതേസമയത്ത് പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിന് മേൽ കടന്നു വരുന്നത് നമ്മൾ കാണുവാൻ സാധിക്കുന്നു. അവിടെയെല്ലാം നമുക്ക് ആ പിതാവാൻ ദൈവത്തെയും പുത്രനാം ദൈവത്തെയും പരിശുദ്ധാത്മാൻ ദൈവത്തെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പഴയ നിയമവും പുതിയ നിയമവും നമ്മൾ പഠിക്കുമ്പോഴും ഈ 3 കാര്യങ്ങൾ ചിലയിടങ്ങളിൽ പാർഷ്യലായിട്ട്, ഭാഗികമായിട്ട് കാണുവാൻ സാധിക്കുന്നു. ചിലയിടങ്ങളിൽ പൂർണ്ണമായിട്ട് ഈ തൃത്വത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തൃത്വം എന്ന് പറയുന്നത് അത് അതിൽ തന്നെ ഒരു തെറ്റായ പഠിപ്പീരല്ല. ക്രിസ്ത്യാനികൾക്ക് 3 ദൈവമുണ്ട് എന്നുള്ളതല്ല. ക്രിസ്ത്യാനികൾക്ക് ഒറ്റ ദൈവം മാത്രമേ ഉള്ളൂ, പിതാവാം ദൈവം, അതായത് യേശു ക്രിസ്തു, പരിശുദ്ധാത്മാവാം ദൈവം. ഇന്ന് സഭയെ നിയന്ത്രിക്കുന്ന പരിശുദ്ധാത്മാവാം ദൈവമാണ്. നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാം ദൈവം, ആ ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ് എന്ന് നമ്മൾ വ്യക്തമായിട്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുമാറാകണം. എന്നാൽ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിന് മറ്റൊരു പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ, ഈ അടുത്ത നാളുകളിലൊക്കെ അനേക സഭകളിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് വികലമായ സങ്കല്പങ്ങളുള്ളവർ, യേശുക്രിസ്തു ആരാണെന്ന് ശരിയായി മനസ്സിലാക്കാത്തവർ സഭകളിൽ ഇന്ന് മനഃപൂർവ്വമായിട്ടും അല്ലെങ്കിൽ അവരുടെ അറിവില്ലായ്മ കൊണ്ട് കടന്ന് ഓടുകയും ഇങ്ങനെയുള്ളവർ അനേകരെ ഇന്ന് തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുത നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ചില തെറ്റായ ചില
യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വസ്തുതകൾ, ഈ നിരീശ്വരവാദികൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റിൽ വിശ്വസിക്കുന്ന അവരെന്താണ് വിശ്വസിക്കുന്നത്? യേശു ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ നല്ലൊരു വിപ്ലവത്തിൻ്റെതായ പഠിപ്പിരികൾ പഠിപ്പിച്ചതായ സോഷ്യലിസം ഈ ഭൂമിയിൽ പഠിപ്പിച്ചതായ ഒരു ടീച്ചർ എന്ന് അവർ വിശ്വസിക്കുന്നു. അവരുടെ പഠിപ്പിലുള്ള ചില ഭാഗികമായിട്ട് സത്യങ്ങളുണ്ടെങ്കിൽ യേശു അതിനേക്കാൾ ഉപരിയാണ്. യേശു വെറും ഒരു മനുഷ്യനല്ല, യേശു വെറും ഒരു വിപ്ലവാത്മകമായ കാര്യങ്ങളിൽ ഭൂമിയിൽ പഠിപ്പിച്ചതായ ഒരു ഗുരു മാത്രമല്ല. അതിനേക്കാൾ ഉപരി യേശു ക്രിസ്തു ദൈവപുത്രനാണ്, യേശു ക്രിസ്തു ദൈവമാണ് എന്നുള്ള സത്യം അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ മുസ്ലിങ്ങളെ കുറിച്ച് നമ്മൾ വേദപുസ്തകം, നമ്മൾ മുസ്ലിങ്ങളുടെ ഖുറാനിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യേശു പ്രവാചകനായിട്ടാണ് യേശു ക്രിസ്തുവിനെ അവിടെ കാണുവാൻ സാധിക്കുന്നത്. ശരിയാണ്, യേശു പ്രവാചക ശുശ്രൂഷ അല്ലെങ്കിൽ യേശു ചെയ്തു. പ്രവാചകന്മാരുടെ അതിശ്രേഷ്ഠനായിട്ട് യേശുവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് യേശു ആരാണ്? യേശു സർവജ്ഞാനിയായ ദൈവം, സർവ്വ അറിയുന്നവനായ ദൈവം. ആ ഒരു വസ്തുതയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് യേശുവിനെ പ്രവാചകനായിട്ട് ചിത്രീകരിക്കുക. അതിനേക്കാൾ ഉപരിയായിട്ട് യേശുവിനെ ദൈവം, യഥാർത്ഥ അസ്തിത്വം എന്ന് പറയുന്നത് യേശു ക്രിസ്തു ഒരു ദൈവമാണ്, അവൾ വെറും ഒരു പ്രവാചകൻ മാത്രമല്ല. അപ്പോൾ മുസ്ലിംസിൻ്റെ ആ അറിവ് അത് അതിൽ തന്നെ പൂർണ്ണമല്ല. യേശു ക്രിസ്തു ഒരു പ്രവാചകനല്ല, യേശു ക്രിസ്തു ദൈവമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹിന്ദുക്കളെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവർ യേശു ക്രിസ്തുവിൻ്റെ ദൈവികത്വത്തിൽ വിശ്വസിക്കുന്നുണ്ട്, യേശു ഒരു അവതാരമാണെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ ഏകദൈവമായിട്ട്, സത്യദൈവത്തിൻ്റെ ഏക അവതാരമാണ് യേശു എന്ന് അവർക്ക് വിശ്വസിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അവിടെയാണ് ഹൈന്ദവ മതസ്ഥരും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ അസ്തിത്വം തമ്മിലുള്ളതായ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അവിടെയാണ് നമ്മൾ നമ്മുടെ ഹൈന്ദവരായ സ്നേഹിതരോട് പോയി സുവിശേഷം അവരോട് അറിയിക്കുന്നത്. യേശുവാണ് സത്യദൈവം, നിങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഭൂമിയിൽ അവതരിച്ച ദൈവം, നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവം, നിങ്ങൾക്ക് വേണ്ടി മരിച്ചവനായ ദൈവം. ഈ ഒരു വസ്തുത ലോകത്തെ നമ്മൾ സുവിശേഷത്തിൽ കൂടെ അല്ലെങ്കിൽ മറ്റ് മതസ്ഥരിൽ മറ്റ് മീഡിയകളിൽ കൂടെ നമ്മൾ ലോകത്തെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. അപ്പോൾ യേശു എന്ന് പറയുന്നത് മറ്റ് ദൈവങ്ങളിൽ ഒരു ദൈവമല്ല, യേശു സത്യദൈവം, ഏകദൈവത്തിൻ്റെ അവതാരം. പിന്നെ അനേക കൾട്ട് ഗ്രൂപ്പുകൾ നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ച് 1-ാം നൂറ്റാണ്ട് മുതൽ ഈ 21-ാം നൂറ്റാണ്ട് വരെ അനേക ദുരുപദേശക്കാർ യേശു ക്രിസ്തുവിൻ്റെ അസ്തിത്വത്തിനെതിരായിട്ടുള്ള പഠിപ്പീരുകളുണ്ട്. ഇത് സാത്താൻ്റെ വലിയൊരു തന്ത്രമാണ്. യേശു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും അല്ല എന്ന് ഒരു വ്യക്തി പഠിപ്പിക്കുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ നിയന്ത്രണത്തിൻ്റെ ഒരു ഭാഗം, ബ്രെയിനിൻ്റെ ഒരു ഭാഗം പിശാചിൻ്റെ കരങ്ങളിലുണ്ട് എന്ന് പറയുമ്പോൾ, യേശു ദൈവമല്ല എന്ന് പഠിപ്പിക്കുമ്പോൾ അവിടെ ആ രക്ഷയെ അവർ ഡൈല്യൂട്ട് ചെയ്യുകയാണ്. രക്ഷയുടെ ആ ബൈബിളിലെ കൺസെപ്റ്റ് തെറ്റായ രീതിയിൽ ചിത്രീകരിക്കുന്നതിൻ്റെ ഫലമായിട്ട് അനേകരെ രക്ഷയിൽ നിന്ന് മാറ്റിക്കളയുന്നതിന് പിശാചിന് സാധിക്കുന്നു എന്നുള്ള വസ്തുത നമ്മൾ ഓർത്തിരിക്കുമാറാകണം. അനേക ദുരുപദേശക്കാർ പഠിപ്പിക്കുന്നു യേശു ഒരു മനുഷ്യൻ മാത്രമാണ്, അല്ലെങ്കിൽ മനുഷ്യനെക്കാട്ടിലും അല്പം കൂടെ ഉയർന്നു, ദൈവത്തെക്കാൾ അല്പം കൂടെ താഴ്ന്നവനായ ഒരു പൊസിഷൻ, അല്ലെങ്കിൽ യേശു ജസ്റ്റ് ഒരു വെളിപ്പാട് മാത്രമേ ദൈവത്തെക്കുറിച്ച് നൽകി തന്നിട്ടുള്ളൂ. ഇങ്ങനെയുള്ളതായ പഠിപ്പീരുകൾ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ തെറ്റാണ് എന്ന് നമ്മൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ എബ്രായ ലേഖനത്തിൽ നമ്മൾ 1 മുതൽ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ യേശുക്രിസ്തുവിൻ്റെ പൂർണ്ണ വെളിപ്പാട് ആണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതായത് പൂർണ്ണമായത് അവസാനത്തെ വെളിപ്പാട് യേശുക്രിസ്തുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ, നമ്മൾ ഇന്ന് യേശുവിനെ കാണുകയാണെങ്കിൽ, യേശുവിനെ മനസ്സിലാക്കുകയാണെങ്കിൽ ദൈവത്തെ മനസ്സിലാക്കി എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അല്ല മറ്റൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, യേശു ക്രിസ്തുവിനെ കൂടാതെ ഒരു വ്യക്തിക്ക് ഇന്ന് ദൈവത്തെ ഈ ഭൂമിയിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കത്തില്ല. പിന്നെ നമ്മൾ വേറൊരു കാര്യം, എങ്ങനെയാണ് യേശു ക്രിസ്തുവിനെ ദൈവമെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? അതിൻ്റെ കാര്യം, യേശു ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ അസ്തിത്വം വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. അതായത് നമ്മൾ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ പഴയ നിയമത്തിലെ ദൈവത്തിൻ്റെ എല്ലാ ഗുണഗണങ്ങളും യേശു ക്രിസ്തുവിൽ നമുക്ക് അധിഷ്ഠിതമായിട്ട് കാണുവാൻ സാധിക്കുന്നു. യേശു ക്രിസ്തുവിൽ നമുക്ക് കാണുവാൻ സാധിക്കും ദൈവത്തിൻ്റെ ഷെയർ ആട്രിബ്യൂട്ട്സ് ആൻഡ് നോട്ട് ഷെയർ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ, ദൈവത്തിൻ്റെ എല്ലാ ഗുണഗണങ്ങളും എല്ലാ സ്വഭാവങ്ങളും
ദൈവത്തിന് എല്ലാ കഴിവുകളും യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ 33 വർഷത്തെ ജീവിതത്തിൽ യേശു ക്രിസ്തു വെളിവാക്കിയിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അതായത് നമ്മൾ ആ പിതാവാം ദൈവത്തിലും പുത്രനാം ദൈവത്തിലും പരിശുദ്ധാത്മാം ദൈവത്തിലും നമുക്ക് ഈ 3 ഗുണഗണങ്ങളും ഈക്വലായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ പറയുന്നത് യേശു ഒരു യേശു ദൈവമായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ യേശു ക്രിസ്തു സ്വയം വെളിപ്പെടുത്തിയതായ തന്നെക്കുറിച്ച് വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ, ഞാൻ ഈ ലോകത്തിൻ്റെ വെളിച്ചമാണ്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാണ്, ഞാൻ ജീവന്റെ അപ്പമാണ്, ഞാൻ നല്ല ഇടയനാണ്. ഈ പദങ്ങളൊക്കെയും പഴയ നിയമത്തിൽ ദൈവത്തിന് മാത്രം ഉപയോഗിക്കുവാൻ കഴിയുന്നതായ പദങ്ങളാണ്. ഞാൻ എന്ന് പറയുന്നതായ പദങ്ങളെല്ലാം അത് യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരോട് പറഞ്ഞപ്പോൾ യേശു ക്രിസ്തു പ്രൂവ് ചെയ്തത് എന്താണ്? ഞാൻ ദൈവമാണ് എന്നാണ് യേശു പ്രൂവ് ചെയ്തത്. യേശു യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ഞാനും എൻ്റെ പിതാവ് ഒന്നാണ് എന്ന. അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ദൈവമാണ് എന്നാണ് യേശു ക്രിസ്തു ജനത്തെ വിളിച്ചറിയിച്ചത്. അതായത് ഇന്ന് പലരും പറയാറുണ്ട് യേശു ക്രിസ്തു ദൈവമാണെന്ന്, എങ്ങും പറഞ്ഞിട്ടില്ല. പക്ഷെ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ പരിശോധിക്കുമ്പോൾ യേശു ക്രിസ്തു ജനത്തിൻ്റെ ഇടയിൽ തൻ്റെ വാക്കിലും പ്രവൃത്തിയിലും പ്രൂവ് ചെയ്തതായ വസ്തുത ഞാൻ ദൈവമാണ് എന്നതാണ്. ഞാനാണ് ഏക രക്ഷിതാവ്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ദൈവരാജ്യത്തിലൂടെ രക്ഷയുടെ അനുഭവത്തിലൂടെ കടന്നു വരുവാൻ സാധിക്കുകയില്ല എന്ന് യേശു തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ കൂടെ യേശു പ്രൂവ് ചെയ്തതായിട്ട് നമ്മൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. അത്ര വളരെ വ്യക്തമായിട്ട് വേദപുസ്തകം യേശു ക്രിസ്തുവിനെ ദൈവമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. യേശു പാപികൾക്ക് വിമോചനം കൊടുത്തു, യേശു പാപം മോചിച്ചു. പഴയ നമ്മൾ പഠിക്കുമ്പോൾ ആരും പാപം മനുഷ്യർക്ക് മോചിക്കാൻ കഴിയില്ല, എന്നാൽ യേശു പാപങ്ങളെ മോചിച്ചു. അതിൻ്റെ അടിസ്ഥാനം എന്താണ്? യേശു ദൈവപുത്രൻ, യേശു ക്രിസ്തു ദൈവമാണ് എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ ഈ ക്രിസ്തീയ ചില വിഭാഗങ്ങൾ, റോമൻ കാത്തലിക്സ് അല്ലെങ്കിൽ ഓർത്തഡോക്സ് വിഭാഗങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ചില തെറ്റായ വസ്തുതകൾ നമ്മൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതായത് മാസിൽ വെളിപ്പെടുന്നവനായ ക്രിസ്തു, അപ്പത്തിലും മീഞ്ഞിലും വെളിപ്പെടുന്നവനായ ക്രിസ്തു, യേശുവിനെ അവിടെ ഒരു വ്യക്തിയായിട്ട് അവരുടെ കുർബാന സമയങ്ങളിൽ, തിരുവത്താഴ സമയങ്ങളിൽ ചിത്രീകരിക്കുന്നുണ്ട്. അത് വേദപുസ്തകം പഠിപ്പീരിന് വിരുദ്ധമാണ്. യേശു ക്രിസ്തു ആ മാസിൽ വെളിപ്പെടുന്ന, ആ അപ്പത്തിൽ മീഞ്ഞിലും വെളിപ്പെടുന്ന ഒരു ദൈവമല്ല. അത് അതിൽ തന്നെ ഒരു തരത്തിലുള്ള വിഗ്രഹാരാധനയാണ്. ഈ തിരുവത്താഴത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ മരണത്തെ അല്ലെങ്കിൽ ക്രൂശാനുഭവത്തെ ഓർക്കുന്നതായ ഒരു ശുശ്രൂഷയാണ് തിരുവത്താഴം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ റോമൻ കാത്തലിക്സ്, ഓർത്തഡോക്സ് സഭാ വിഭാഗങ്ങളുടെ മറ്റൊരു തെറ്റായ പഠിപ്പീര് എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ അടുത്തോട്ട് നമുക്ക് പൂർണ്ണമായ രക്ഷയ്ക്ക് വേണ്ടി കടന്നു ചെല്ലുവാൻ നേരിട്ട് കഴിയുകയും മറ്റ് സെയിൻസ്, പുണ്യവാളന്മാരുടെ ആവശ്യം നമുക്കുണ്ട്. ഇവിടെയും അങ്ങനെയുള്ളതായ ചില ക്രൈസ്തവ വിഭാഗങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ രക്ഷയെ അവർ വേണ്ടത്ര രീതിയിൽ മനസ്സിലാക്കാതെ അതിനെ ഡൈല്യൂട്ട് ചെയ്ത് അവർ ചിത്രീകരിക്കുകയാണ്. അപ്പോൾ അവിടെ അവരുടെ തിയോളജിയിൽ വെളിപ്പെടുന്ന ക്രിസ്തു എന്ന് പറയുന്ന വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ക്രിസ്തു അല്ല. അതുകൊണ്ട് എൻ്റെ സ്നേഹിതൻ, എന്നെ കേൾക്കുന്ന പ്രിയ റോമൻ കാത്തലിക്സിലുള്ളവർ, ഓർത്തഡോക്സ് സഭാ വിഭാഗങ്ങളിലുള്ളവർ, നിങ്ങളുടെ ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് നിങ്ങളൊന്നുകൂടെ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വിചിന്തനം ചെയ്യുകയും യഥാർത്ഥത്തിലുള്ള ക്രിസ്തുവിൻ്റെ അറിവിലോട്ട് കടന്നു വന്ന രക്ഷയുടെ അനുഭവത്തിലോട്ട് നിങ്ങൾ കടന്നു വരണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള തെറ്റായ അറിവ് നിങ്ങളുടെ നിത്യരക്ഷയെ നഷ്ടപ്പെടുത്തി നിങ്ങളെ നരകത്തിലോട്ട് കൊണ്ടെത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. വേദപുസ്തകം പഠിക്കുക, ചരിത്രത്തിനേക്കാൾ ഉപരി, ചരിത്രം പഠിക്കുന്ന തെറ്റാണെന്നല്ലേ പറഞ്ഞ് ചരിത്രം നിങ്ങൾ പഠിക്കുക, പക്ഷെ ചരിത്രത്തെക്കാൾ ഉപരിയായിട്ട്, ട്രഡീഷൻസിനേക്കാൾ ഉപരിയായിട്ട്, പാരമ്പര്യങ്ങളെക്കാൾ ഉപരിയായിട്ട് വേദപുസ്തകത്തെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ അധ്യകാലത്ത് അപ്ലൈ ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് കഴിയണം. ബുദ്ധിസ്റ്റുകളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ യേശു ക്രിസ്തു എന്താണ് ഒരു എൻലൈറ്റഡ് വൺ ആയിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർക്ക് യേശു ഒരു ബുദ്ധയാണ്. അപ്പോൾ അതും നമ്മൾ വേദപുസ്തകത്തിൽ നമ്മൾ കാണുമ്പോൾ യേശു വെറും ഒരു എൻലൈറ്റഡ് വൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യ ദൈവമല്ല. അതായത് യേശു മാത്രമാണ് ദൈവം. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ മൊമെന്റ് 30ാമത്തെ വയസ്സിൽ യേശു ക്രിസ്തുവിന് ജ്ഞാനോദയമുണ്ടായി. യേശു 3.5 വർഷക്കാലം
ഒരു ബുദ്ധനെ പോലെ അല്ലെങ്കിൽ ദൈവത്തെ പോലെ 3.5 വർഷം കഴിഞ്ഞു എന്നുള്ളൊരു ചിത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. യേശുക്രിസ്തുവിന്റെ ജീവിതകാലത്തിൽ ഉടനീളം യേശുക്രിസ്തു ദൈവമായിരുന്നു എന്നാണ് വേദപുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ പഴയ നിയമ പ്രവചനങ്ങൾ, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സകല പ്രവചനങ്ങളും നിങ്ങൾ പഠിക്കുക. അവിടെയെല്ലാം യേശുക്രിസ്തുവിൻ്റെ ഒരു മശിഹയായിട്ട്, ദൈവമായിട്ട്, നിത്യദൈവം, സമാധാന പ്രഭു, സമാധാനം, ഇങ്ങനെയുള്ളത് യെശയ്യാ പ്രവാചന പുസ്തകത്തിലും എല്ലാ പ്രവചനങ്ങളിലും യേശുക്രിസ്തുവിനെ ദൈവപുത്രനായിട്ട്, മശിഹായായിട്ടാണ് യേശുക്രിസ്തുവിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ നമുക്ക് വളരെ ദുഃഖകരമായൊരു വസ്തു എന്ന് പറയുന്ന യഹൂദന്മാരും ഇത്രയധികം ലോകത്തിൽ അറിവുണ്ടായിട്ടും വേദപുസ്തകത്തിൽ അവരുടെ വേദപുസ്തകത്തിൽ 33 പുസ്തകങ്ങളടങ്ങി അവരുടെ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന യേശുക്രിസ്തുവിനെ അവർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ള വലിയൊരു ഖേദകരമായൊരു വസ്തുത ഉണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. കാരണം എന്നാൽ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ തെറ്റായ രീതിയിൽ യേശുക്രിസ്തുവിനെ മനസ്സിലാക്കിയവരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. യഹൂദന്മാരെ ഓർത്ത് നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. ഓർത്തഡോക്സ്, റോമൻ കാത്തലിക് സഭയിലുള്ളവരെ ഓർത്ത് നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. അവർ യഥാർത്ഥത്തിൽ സത്യദൈവത്തെ, യേശുവിനെ മനസ്സിലാക്കുവാൻ, യേശു ക്രിസ്തുവിലൂടെ രക്ഷയിലോട്ട് കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ ഹൈന്ദവ സ്നേഹിതന്മാരെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. അവരുടെ രക്ഷ നഷ്ടപ്പെടാതെ അവർ യേശു ക്രിസ്തുവിലോട്ട് കടന്നു വരുവാൻ വേണ്ടി നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. സകല മതസ്ഥരെയും, അതോടൊപ്പം തന്നെ നമ്മുടെ ദേശത്തിലുള്ള എത്തിസ്റ്റുകളുടെ ആശയങ്ങൾ, അതിൽ തന്നെ അവർ പല കാര്യങ്ങളും, അനേക കാര്യങ്ങളും, നല്ല കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. എന്നാൽ അവർ മനസ്സിലാക്കേണ്ടതായ ഒരു പ്രധാനപ്പെട്ട വസ്തുത, യേശു ക്രിസ്തു ആണ് അവരുടെ രക്ഷകൻ, യേശു ക്രിസ്തു ദൈവമാണ് എന്നുള്ള ഒരു വസ്തുത അവർ മനസ്സിലാക്കിയിട്ടില്ല. അത് അവർ മനസ്സിലാക്കണം. അതിനുവേണ്ടി നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമാറാകണം. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം, യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ കൂടെ തൻ്റെ അസ്തിത്വത്തെ പ്രൂവ് ചെയ്യാനായിട്ട്, തെളിയിക്കുവാനായിട്ട് യേശു ശ്രമിച്ചതിൻ്റെ വാക്കിൽ കൂടെയും പ്രവൃത്തിയിൽ കൂടെയും. പിന്നെ അടുത്തതായിട്ട് യേശു ദൈവമാണെന്നുള്ളൊരു ഏറ്റവും വലിയ തെളിവെന്താണ്? രക്ഷിക്കപ്പെട്ട ഞാനും നിങ്ങളുമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ യേശു ദൈവമാണെന്ന് അനുഭവിച്ചറിയുവാൻ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത്. ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ തന്നെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയുവാൻ സാധിക്കും, യേശു ദൈവമാണ്. ആ യേശു എൻ്റെ ജീവിതത്തിൽ സമാധാനം തന്നു, സന്തോഷം തന്നു. ആ രക്ഷയുടെ സന്തോഷം എനിക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ട്. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ എനിക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. പാപമില്ലാതെ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ്, യേശുവിൻ്റെ ആത്മാവ് എനിക്ക് സഹായം തരുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു തെളിവ്. വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ യേശുവിനെ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും. ആദ്യകാലത്തെ പിശാച് യേശുവിനെതിരായിട്ടുള്ളതായ പഠിപ്പീരുകൾ കൊണ്ട് അനേകരെ തെറ്റിക്കുമ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ യഥാർത്ഥത്തിൽ യേശു ആരാണ് എന്നത് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരെ നമ്മൾ പഠിപ്പിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതോടൊപ്പം തന്നെ സഭയിൽ ഉള്ള എല്ലാ വിശ്വാസികളെയും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് അവരുടെ ശരിയാണ് എന്നുള്ളത് ക്രിസ്തീയ നേതാക്കന്മാർ, പാസ്റ്റേഴ്സ് ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കുകയും തെറ്റായ അണ്ടർസ്റ്റാൻഡിങ് ഉള്ളവരെ ശരിയായ വഴിയിലോട്ട് നിങ്ങൾ നടത്തുവാനായിട്ട് ശ്രമിക്കണം. പ്രത്യേകിച്ച് ബാപ്റ്റിസത്തിൻ്റെ സമയത്ത് ക്രിസ്തു ആരാണ് എന്നത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കാത്ത ഒരു വ്യക്തിക്ക് ദയവായിട്ട് നിങ്ങൾ സ്നാനം കൊടുക്കുകയോ സഭയിൽ മെമ്പർഷിപ്പ് കൊടുക്കുകയോ ചെയ്യരുത്. ദുരുപദേശക്കാർ സഭയെ നശിപ്പിക്കുവാൻ ഇടയായി തീരും. യഥാർത്ഥത്തിൽ രക്ഷയുടെ അനുഭവത്തിലൂടെ കടന്നു വന്നവരെ ദൈവസഭയുടെ അംഗങ്ങളാക്കുക. അങ്ങനെ ഉള്ളവർക്ക് സ്വർഗരാജ്യത്തിലോട്ടും പ്രവേശിക്കുവാനായിട്ട് സാധിക്കും. ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോൾ അനേക ബൈബിൾ റെഫറൻസുകൾ മനഃപൂർവ്വമാണ് അവോയ്ഡ് ചെയ്ത്, സമയക്കുറവ് മൂലം. എന്നാൽ എപ്പോഴെങ്കിലും സമയം കിട്ടുവാണെങ്കിൽ അങ്ങനെയുള്ളതായ ബൈബിൾ റെഫറൻസുകൾ വെച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ഇടുവാനായിട്ട് ഞാൻ ശ്രമിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.